സെമിയോട്ടിക്കായുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ റാന്നി, കോന്നി, മാവേലിക്കര. റാന്നി നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പ്രമോദ് നാരായണൻ, UDF സ്ഥാനാർത്ഥി പഴക്കുളം മധു, NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ പ്രമോദ് നാരായണൻ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ LDFന് വേണ്ടി നേടിക്കൊടുത്ത മണ്ഡലമാണ് റാന്നി. കോന്നി നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ, UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിൽ, NDA സ്ഥാനാർത്ഥി TP സുന്ദരേശൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ KU ജനീഷ് കുമാർ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ്. മാവേലിക്കരയിൽ LDF സ്ഥാനാർത്ഥി MS അരുൺകുമാർ, UDF സ്ഥാനാർത്ഥി മുത്താര രാജ്, NDA സ്ഥാനാർത്ഥി അജിമോൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MS അരുൺകുമാർ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDFനെ വിജയത്തിലെത്തിച്ച മണ്ഡലമാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും സമ്മതിദായ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 പ്രാഥമികങ്ങളെ എങ്ങനെയാണ് അവരെ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. റാന്നി നിയമസഭാ മണ്ഡലത്തിൽ പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാഠവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 5 ഘടകങ്ങളിലും 1ാം സ്ഥാനം UDFനാണ്, 2ാം സ്ഥാനം LDFന്. കോന്നിയിലേക്ക് വരുമ്പോൾ പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും നേതൃപാഠവത്തിലും LDF ആണ് 1ാം സ്ഥാനം, UDF 2ാമത്. വോട്ടർമാരിലെ വിശ്വാസ്യത, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 2 ഘടകങ്ങളിലും UDF ആണ് 1ാമത്, LDF 2ാമത്. ഇനി നമുക്ക് മാവേലിക്കരയിലേക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാഠം, ഈ 4 ഘടകങ്ങളിലും LDF ആണ് മുമ്പിൽ നിൽക്കുന്നത്, UDF 2ാമത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാമത്, LDF 2ാമത്. ഇനി സെമിയോട്ടിക്ക അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ 3 മണ്ഡലങ്ങളിലെ വിജയികളെ നമുക്കായിട്ട് പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം റാന്നി ആര് ജയിക്കും. റാന്നിയിൽ വ്യക്തമായ UDF ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. 47.14% വോട്ട് വിഹിതം നേടി UDF സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് സെമിയോട്ടിക്കയുടെ പ്രവചനം. LDF സ്ഥാനാർത്ഥിക്ക് 34% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 19% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് കോന്നി ആര് വിജയിക്കുമെന്ന് നോക്കാം. കോന്നിയിൽ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. UDF സ്ഥാനാർത്ഥിക്ക് 38.55% വോട്ട് വീതം, LDF സ്ഥാനാർത്ഥിക്ക് 37.9% വോട്ട് വീതം, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 24% വോട്ട് വിഹിതവും. മാവേലിക്കരയിലേക്ക് നമുക്ക് പോകാം. മാവേലിക്കരയിലെ സെമിയോട്ടിക്കയുടെ പ്രവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. മാവേലിക്കരയിൽ LDFന് ഒരു നേരിയ ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്, ഏകദേശം 40% വോട്ട് വിഹിതവും. UDFന് 36% വോട്ട് വീതവും, NDAക്ക് 24% വോട്ട് വീതവും സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. ഇതുവരെ സെമിയോട്ടിക്ക 48 നിയമസഭാ മണ്ഡലങ്ങളാണ് നോർത്തേൺ കേരളയിൽ നിന്ന് വിശകലനം ചെയ്തിട്ടുള്ളത്. അതിൽ കാസർഗോഡ് UDFന് അനുകൂലം, അവിടെ NDAക്ക് ഒരു സീറ്റ് പറയപ്പെടുന്നുണ്ട്. കണ്ണൂർ LDF ചായ്വിലേക്കാണ്. കോഴിക്കോട് UDFിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. വയനാട് വീണ്ടും UDFിലേക്ക്, മലപ്പുറം UDF. മൊത്തത്തിൽ 30 മുതൽ 36 സീറ്റുകൾ UDFന് അനുകൂലമായി, LDFന് 11 മുതൽ 17 സീറ്റുകൾ അനുകൂലമായി, NDAക്ക് ഒരു സീറ്റ് അനുകൂലമായും നോർത്തേൺ കേരളയിൽ സെമിയോട്ടിക്ക പ്രവചിച്ചിട്ടുണ്ട്. ഇനി സെൻട്രൽ കേരള എടുക്കുകയാണെങ്കിൽ എറണാകുളം കൂടുതലും UDFന് അനുകൂലമാണ്. അവിടെ പക്ഷേ NDAക്ക് ഒരു സീറ്റ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നുണ്ട്. വീണ്ടും UDFന് അനുകൂലം. കോട്ടയത്ത് UDFന് 3 മുതൽ 4 സീറ്റ്, LDFനോടെ 2 മുതൽ 3 സീറ്റ് പ്രവചിക്കപ്പെടുന്നു. തൃശ്ശൂർ LDFന് ഒരു മേൽക്കോയ്മ, 6 മുതൽ 7 സീറ്റ്. പാലക്കാട് വീണ്ടും LDFനാണ്, 4 മുതൽ 5 സീറ്റ്. അവിടെ NDAക്ക് ഒരു സീറ്റ് കിട്ടുവാൻ സാധ്യതയുണ്ടെന്ന് സെമിയോട്ടിക്ക പറയുന്നു.
മൊത്തം 19 മുതൽ 24 സീറ്റ് സെൻട്രൽ കേരളയിൽ UDF അനുകൂലം, 14 മുതൽ 19 സീറ്റാണ് LDF സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. 2 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. ഇനി നമുക്ക് സൗത്ത് കേരളയിലേക്ക് പോകാം. തിരുവനന്തപുരം ഒരു LDF മുന്നേറ്റമാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NDAക്ക് അവിടെ 2 മുതൽ 3 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. കൊല്ലത്ത് LDF ഒരു മേൽക്കൈ, UDF 5 മുതൽ 6 ഉള്ളപ്പോൾ LDF 6 മുതൽ 7 സീറ്റ്. ആലപ്പുഴ LDF മുന്നേറ്റം. പത്തനംതിട്ടയില് UDF ആണ് ഒരു ചെറിയൊരു മേൽക്കൈ ഉള്ളത്, 3 മുതൽ 4 സീറ്റ്. മൊത്തം 13 മുതൽ 17 സീറ്റുകൾ UDF LDF 23 മുതൽ 29 സീറ്റുകളും NDAക്ക് 2 മുതൽ 3 സീറ്റും സെമിയോട്ടിക്ക പ്രവചിക്കും. 127 നിയമസഭാ മണ്ഡലങ്ങൾ പ്രവചിക്കുമ്പോൾ UDF 62 മുതൽ 77 സീറ്റും LDF 48 മുതൽ 65 സീറ്റും NDA 2 മുതൽ 5 സീറ്റും നേടുമെന്നാണ് സെമിയോട്ടിക്ക പ്രവചിച്ചിരിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ ഉടൻ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതായിരിക്കും. Until then, we are signing off. Good day.